ഓക്കെ. അപ്പൊ ഏതാ വരുന്നത്? അഗ്രഡേഷൻ ആണ് വരുന്നത്. ഓപ്ഷൻ ബി അഗ്രഡേഷൻ ആണ് വരുന്നത്. ഓക്കെ. ലാർജസ്റ്റ് ഇറിഗേഷൻ കനാൽ ഏതാ വരുന്നത്? ഇന്ത്യയിലെ ലാർജസ്റ്റ് ഇറിഗേഷൻ കനാൽ ഏതാ വരുന്നത്? ഏതാ വരുന്നത്? ഇന്ദിരാഗാന്ധി കനാലാണല്ലേ വരുന്നത്. എവിടെ ആയിട്ടാ വരുന്നത് ഇന്ദിരാഗാന്ധി കനാല്? എവിടെ ആയിട്ടാ വരുന്നത് ഇന്ദിരാഗാന്ധി കനാല്? ഇന്ദിരാഗാന്ധി കനാൽ എവിടെ ആയിട്ടാ വരുന്നത്? വാട്ടർവേ ആണ്. എവിടെയായിട്ടാണ് ഇന്ദിരാഗാന്ധി കനാൽ വരുന്നത്? എത്ര ലെങ്ത് ഉണ്ടെന്നറിയാവോ? ഹരക്കെ ബാരേജ് കേട്ടിട്ടുണ്ടോ? ഹരക്കെ ബാരേജ് ലോങ്ങസ്റ്റ് കനാലാണ്. പഞ്ചാബ് സ്റ്റേറ്റില് ഹരക്കെ ബാരേജിൽ സ്റ്റാർട്ട് ചെയ്യും. പഞ്ചാബില് ഹരിക്കെ ബാരേജ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എന്നെ എടുക്കും, ഹരിയാനയിൽ കൂടെ പോകുന്നതാ കേട്ടോ. ഇതിനെ രാജസ്ഥാൻ കനാൽ എന്നും പറയാറുണ്ട്. നേരത്തെ പഴയതായിട്ട് വിളിച്ചുകൊണ്ടിരുന്ന രാജസ്ഥാൻ കനാൽ എന്നാണ്. പിന്നീടാണ് ഇതിനെ വന്നത്. ഇതെന്നാ ചെയ്യും? ഹരിയാനയിൽ കൂടെ പോയിട്ട് താർ ഡെസേർട്ട് ഉണ്ടല്ലോ, താർ ഡെസേർട്ട് രാജസ്ഥാനിൽ, അവിടെ ആയിരിക്കും ഇത് എൻഡ് ചെയ്യുന്നത്. ഓക്കെ. ഗിർന പ്രോജക്റ്റ് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാ? ഗിർന പ്രോജക്റ്റ് എന്തുമായിട്ട് എവിടാ സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഗിർന പ്രോജക്റ്റ് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന? ഗിർന പ്രോജക്റ്റ് മഹാരാഷ്ട്രയിൽ വരുന്നതാണ്. നാസിക് ഡിസ്ട്രിക്റ്റിൽ വരുന്നതാ. എന്നെ വരുന്നത് ഗിർന റിവറിൽ ബിൽറ്റ് ചെയ്തിരിക്കുന്ന ഡാമാണ്. മൾട്ടിപർപ്പസ് പ്രോജക്റ്റാ. മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് ആണ് വരുന്നത്. മൾട്ടിപർപ്പസ് ആയിട്ടുള്ളതാണ് വരുന്നത്. ഡാമാണ് വരുന്നത്. ഫറക്ക ബാരേജ്. ഫറക്ക ബാരേജ് എന്നാ വരുന്നത്? ഫറാക്ക ബാരേജ് ഗംഗ റിവറിൽ വരുന്നത്. വെസ്റ്റ് ബംഗാളിൽ ഗംഗ വരുന്നിട്ടുള്ള ഒരു ഡാമാണ് ഫറക്ക ബാരേജ് എന്ന് പറയുന്നത്. കൊൽക്കട്ട ഉണ്ടല്ലോ, കൊൽക്കട്ടയിലെ വാട്ടർ നേവിഗേഷൻ ഉണ്ടല്ലോ, കൊൽക്കത്ത പോർട്ടിന്റെ വാട്ടർ നേവിഗേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹൂഗ്ലി റിവറിലോട്ട് വാട്ടറിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ടാണ് ഫറക്ക ബാരേജ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗംഗ റിവറിലാണ്, വെസ്റ്റ് ബംഗാളിലാണ് ഫറക്ക ബാരേജ് വരുന്നത്. ഓക്കെ. ദെൻ അടുത്തത്, ഇത് ഏതൊക്കെയാ വരുന്നത്? ഏതൊക്കെ റിവറുമായിട്ട്? തെഹരി ഡാം എവിടാ വരുന്നത്? തെഹരി ഡാം ഉണ്ട്, നാഗാർജുനയുണ്ട്, ഫറക്ക ഉണ്ട്. ഫറക്ക എവിടാ വരുന്നത്? ഗംഗയിലാണ് വരുന്നത്. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെഹരി ഡാം ഏത് റിവറിലാ വരുന്നത്? ഡാം പ്രോജക്റ്റ് ഉത്തരാഖണ്ഡിൽ വരുന്നതാണ് അല്ലേ? ഏത് റിവറിലാ വരുന്നത്? ഭഗീരഥി റിവറിലായിട്ടാണ് വരുന്നത് കേട്ടോ. ഭഗീരഥി റിവറിലാണ് വരുന്നത്. ഭഗീരഥി റിവറിലാണ് വരുന്നത്. പിന്നെ ഏതാ വരുന്നത്? നാഗാർജുന ഏതാ വരുന്നത്? നാഗാർജുന സാഗർ ഡാം ഏത് റിവറിലാണ് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്? നാഗാർജുന സാഗർ ഡാം ആന്ധ്രാപ്രദേശില്, തെലങ്കാന ആന്ധ്രാപ്രദേശിന്റെ ബോർഡറിലായിട്ടാണ് വരുന്നത്. കൃഷ്ണ റിവറിലായിട്ടാണ് വരുന്നത്. അടുത്തത് ഇനി ഏതാ ഉള്ളത്? തേൻ ഡാം എവിടാ വരുന്നത്? ഏത് റിവറിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? രവി റിവറിലാണ് വരുന്നത്. ഫറക്ക ഗംഗയില്, തെഹരി ഭഗീരഥിയില്, തേൻ രവി റിവറിൽ വരും. നാഗാർജുന കൃഷ്ണ റിവറിലാണ് വരുന്നത്. ഹിരാക്കുണ്ട് ഡാം ഏത് റിവറിലാണ് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്? ഹിരാക്കുഡ് ഏതാ?
ഹിരാക്കുണ്ട് ഏതാ വരുന്നത്? ഹിരാക്കുണ്ട് ഡാം ബിൽഡ് ചെയ്യുന്ന എവിടാണ്? മഹാനദി. മഹാനദി റിവറിലാണ് കേട്ടാ വരുന്നത്. മഹാനദി റിവറിലാണ് വരുന്നത്. ഗുവാഹത്തി ഏത് റിവറിന്റെ തീരത്തായിരിക്കുന്നത്? ഗുവാഹത്തി ഏത് റിവറിന്റെ ഇതായിട്ടാ വരുന്നത്? ബ്രഹ്മപുത്ര റിവറിന്റെ കേട്ടോ. ബ്രഹ്മപുത്ര റിവറിന്റെയാണ് വരുന്നത്. ബ്രഹ്മപുത്ര റിവറിന്റെയാണ് വരുന്നത്. സൂററ്റോ? സൂററ്റ് ഏത് റിവറിന്റെ ഇതാ വരുന്നത്? സൂററ്റ് ഏതാ വരുന്നത്? സൂററ്റ് ഏതാ വരുന്നത്? താപ്തി റിവർ ആണ് വരുന്നത്. സൂററ്റ് താപ്തി റിവർ ആണ് വരുന്നത്. ദെൻ ഹൈദരാബാദ് ഏത് റിവറിന്റെ തീരത്താ വരുന്നത്? ഹൈദരാബാദ് ഏത് റിവറിന്റെ തീരത്താ വരുന്നത്? മൂസി റിവറിന്റെ തീരത്താ വരുന്നത്. ശ്രീനഗർ ജലത്തിന്റെ ബാങ്ക്സിലാണ് വരുന്നത്. ദെൻ യമുന റിവറിന്റെ ബാങ്ക്സിലായിട്ട് വരുന്നതാണ് നമ്മുടെ ആഗ്രയുണ്ട്. ദെൻ മധുരയുണ്ട്. മധുര ഡൽഹിയിൽ വരത്തില്ല, മധുരയാണ് വരുന്നത്. മധുരയല്ല, മധുര. ദെൻ ഡൽഹി. ഇത് മൂന്നും ഇരിക്കുന്ന യമുന റിവറിന്റെ ബാങ്ക്സിലായിട്ടാണ്. ദെൻ കാൺപൂർ, വാരണാസി, കനുജ്, അതേപോലെ തന്നെ ഹരിദ്വാർ, ഇതെല്ലാം വരുന്ന ഏതിന്റെയാ? ഗാഞ്ചസ്, ഗംഗയുടെ തീരത്തായിട്ടാണ് വരുന്നത്. മിർസാപൂര്, ശുക്ലാഗൻ, ഇതെല്ലാം തന്നെ വരുന്നത് ഗംഗയുടെ ബാങ്ക്സിലായിട്ടാണ് വരുന്നത്. അളകനന്ദ ബാങ്കിലിരിക്കുന്ന ഏതാണ്? ബദ്രിനാഥ് വരും കേട്ടോ. ബദ്രിനാഥ് വരും. ദെൻ അയോധ്യ ഏതിന്റെയാ? അയോധ്യ സരയുവിന്റെ തീരത്തായിട്ടാണ് വരുന്നത്. അയോധ്യ സരയുവിന്റെ തീരത്ത് വരും. ദെൻ ലക്നൗ ഏത് റിവറിന്റെ തീരത്താ വരുന്നത്? ഗോമതിയുടെ ബാങ്ക്സിലാണ് വരുന്നത്. ദെൻ ടീസ്റ്റ വരുന്നത് റാങ്പോടെ തീരത്തായിട്ടാണ് കേട്ടോ. ടീസ്റ്റ വരുന്നത് റാങ്പോടെ തീരത്തായിട്ടാണ് വരുന്നത്. കൊൽക്കട്ട, അതുപോലെ തന്നെ മുർഷിദാബാദും വരുന്നത് ഹൂഗ്ലിയുടെ തീരത്തായിട്ടാണ് വരുന്നത്. കോട്ട വരുന്നത് ഏതാണെന്നറിയാവോ? ചാമ്പലിന്റെ തീരത്തായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സത്ലജിന്റെ തീരത്തായിട്ടിരിക്കുന്ന രണ്ട് സിറ്റീസ് ആണ് ഫിർസാപൂരും ലുധിയാനയും. അഹമ്മദാബാദ് സബർമതിയുടെ തീരത്താണ്. വഡോദര കേട്ടിട്ടില്ലേ? വഡോദര ഏതിന്റെയാണെന്നറിയാവോ? വിശ്വാമിത്രിയുടെ തീരത്താണ് ഇരിക്കുന്നത്. ദെൻ പാട്ന ഗംഗയുടെ തീരത്താണ്. ഗായ ഏതാണെന്നറിയാവോ? ബുദ്ധന് എൻലൈറ്റ്മെന്റ് കിട്ടിയ സ്ഥലമാണ് ഗായ എന്ന് പറയുന്നത്. ഗായ നിരഞ്ജന റിവർ അല്ലെങ്കിൽ ഫാൽഗു എന്ന് പറയും. ആ റിവറിന്റെ തീരത്തായിട്ടാണ് വരുന്നത്. സാമ്പൽപൂർ അല്ലെങ്കിൽ കട്ടക്ക്, ഇത് രണ്ടും ഇരിക്കുന്ന മഹാനദിയുടെ തീരത്താണ്. പൂനെ വരുന്ന ഏതിന്റെയാണെന്നറിയാവോ? മുത്ത എന്ന് പറയുന്നതിന്റെ തീരത്തായിട്ടാണ് വരുന്നത്. ദെൻ തമിഴ്നാട്ടിലെ മധുര ഏതിന്റെ തീരത്താ വരുന്നത്? വൈഗൈ റിവറിന്റെ തീരത്തായിട്ടാണ് വരുന്നത്. പിന്നെ ബറേലി ഏതിന്റെ തീരത്താ വരുന്നത്? രാംഗംഗയുടെ തീരത്താണ് വരുന്നത്. ദെൻ തിരുനെല്വേലിയുടെ വരുന്ന ഏതാ? താമരബരണി റിവറിന്റെ തീരത്താണ് വരുന്നത്. താമരബരണി റിവറിന്റെ തീരത്താണ് വരുന്നത്. ട്രിച്ചി, ഈറോഡൊക്കെ കേട്ടിട്ടുണ്ടോ? ട്രിച്ചി, ഈറോഡ്, ഇതൊക്കെ ഇരിക്കുന്ന കാവേരി റിവറിന്റെ തീരത്താണ് വരുന്നത്. ചെന്നൈ ഏതാണെന്നറിയാവോ? അടയാർ അല്ലെങ്കിൽ കൂവം എന്ന് പറയും. ഇതിന്റെ തീരത്താണ് ഇരിക്കുന്നത്. ബാംഗ്ലൂര് വരുന്നത് വിശ്വഭാരതിയുടെ തീരത്താണ് ഇരിക്കുന്നത്. ബാംഗ്ലൂര് വൃഷിഭ ഭാരതി കേട്ടോ. വൃഷിഭ ഭാവതി അതിന്റെ തീരത്താണ് വരുന്നത്. വൃഷിഭ ഭാവതി ഓക്കെ, അതിന്റെ തീരത്താണ് വരുന്നത്. ദെൻ കുർണൂലിരിക്കുന്ന ഏതിന്റെ തീരത്താണെന്നറിയാവോ? തുംഗഭദ്രയുടെ തീരത്താണ് കുർണൂല് വരുന്നത്. വിജയവാഡ കൃഷ്ണയുടെ തീരത്താണ്. ഗുവാഹത്തി ഇപ്പൊ പറഞ്ഞു ബ്രഹ്മപുത്രയുടെ തീരത്താണ്. നെല്ലൂർ പെന്ന റിവറിന്റെ തീരത്താണ് വരുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാ വരുന്നത്. ഹൈദരാബാദ് ഏതിന്റെയാ? ഹൂഗ്ലി റിവറിന്റെ തീരത്താണ് ഇരിക്കുന്നത്. ഹൈദരാബാദ് ഏതിന്റെയാ? കൊൽക്കട്ടയാ ഹൂഗ്ലി വരുന്നത്. ഹൈദരാബാദ് ഏതിന്റെയാ വരുന്നത്? മൂസി റിവർ ആണ് വരുന്നത്. ഇനി ആഗ്ര എവിടാ ഇരിക്കുന്നത്? ആഗ്ര
ആഗ്ര യമുന റിവറിന്റെ തീരത്താണല്ലേ ഇരിക്കുന്നത്. ആഗ്ര ഇരിക്കുന്നത് യമുന റിവറിന്റെ തീരത്താണ്. ആഗ്ര, മഥുര, ഡൽഹി എല്ലാം തന്നെ യമുന റിവറിന്റെ തീരത്താണ് വരുന്നത്. നാസിക് ഏതാ വരുന്നത്? നാസിക് ഏതിന്റെ തീരത്തായിരിക്കുന്നത്? ഗോദാവരിയുടെ തീരത്തായിട്ടാണ് നാസിക് വരുന്നത്. നാസിക് ഏതിന്റെ തീരത്താ വരുന്നത്? ഗോദാവരി റിവറിന്റെ തീരത്തായിട്ടാണ് വരുന്നത്. ഗോൾഡൻ ക്വാഡിലാറ്ററൽ റോഡ് നെറ്റ്വർക്ക് എവിടാ വരുന്നത്? ഗോൾഡൻ ക്വാഡിലാറ്ററൽ റോഡ് നെറ്റ്വർക്ക് എവിടാ വരുന്നത്? പറഞ്ഞോ. ഗോൾഡൻ ക്വാഡിലാറ്ററൽ പ്രോജക്റ്റ് ഹൈവേ എവിടാ വരുന്നത്? ഏതിനെയൊക്കെ കണക്ട് ചെയ്ത് വരുന്നതാ? ഓ, ലൊക്കേറ്റ് ചെയ്യാത്തത് എവിടെയെന്നല്ലേ ഇതിനകത്ത് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഏതിനെ കണക്ട് ചെയ്ത് വരുന്നത്? നമ്മുടെ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ ഇതിനെയെല്ലാം കണക്ട് വരുന്ന ഒരു നെറ്റ്വർക്ക് ഓഫ് നാഷണൽ ഹൈവേസ് ആണ് ഗോൾഡൻ ക്വാഡിലാറ്ററൽ എന്ന് അറിയപ്പെടുന്നത്. നാലായിട്ടുള്ള മേജർ മെട്രോപൊളിറ്റൻ സിറ്റീസിനെ കണക്ട് ചെയ്ത് വരുന്നത് ഡൽഹി, മുംബൈ, കൊൽക്കത്ത ആൻഡ് ചെന്നൈ. അങ്ങനെയാണെങ്കിൽ ഇല്ലാത്ത ഏതാണ്? ചണ്ഡീഗർക്കാണ് വരുന്നത് അല്ലെ? ചണ്ഡീഗർക്കാണ് വരുന്നത് ഏതാണ്? ചെന്നൈ ആണ് വരേണ്ടത്. ജവഹർലാൽ നെഹ്റു പോർട്ട് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്? ജവഹർലാൽ നെഹ്റു പോർട്ട് എവിടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള സീ പോർട്ട് ഏതാ വരുന്നത്? ജവഹർലാൽ നെഹ്റു പോർട്ട് വരുന്നത് ലാർജസ്റ്റ് മഹാരാഷ്ട്രയിലാണ് വരുന്നത്. മഹാരാഷ്ട്രയിൽ വരുന്ന ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ടാണ്. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ പോർട്ടാണ് വരുന്നത് കേട്ടോ. ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ പോർട്ടുമാണ് വരുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ബിസിയസ്റ്റ് പോർട്ട് എന്നറിയപ്പെടുന്ന ഏതിനെയാ? ഇന്ത്യയിലെ ബിസിയസ്റ്റ് പോർട്ട് ഏതാ വരുന്നത്? ഇന്ത്യയിലെ ബിസിയസ്റ്റ് പോർട്ട് ഏതാ വരുന്നതെന്ന് അറിയാവോ? മുംബൈ പോർട്ടാണ് വരുന്നത്. മുംബൈ പോർട്ടാണ് വരുന്നത് കേട്ടോ. നവി മുംബൈയിലാണ് ഇത് വരുന്നത്. ജവഹർലാൽ നെഹ്റു പോർട്ട് വരുന്നത്. ഇതിനെ നവസേഹ പോർട്ടെന്നും സേവാ പോർട്ടെന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ. ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ടാണ്. മുംബൈയുടെ ഈസ്റ്റേൺ കോസ്റ്റിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി കാന്തള പോർട്ട് കേട്ടിട്ടുണ്ടോ? ടൈഡൽ പോർട്ടാണ് കാന്തള പോർട്ട്. എവിടെ വരുന്നതെന്ന് അറിയുമോ? കാന്തള പോർട്ട് ഗുജറാത്തിലാണ് വരുന്നത്. ടൈഡൽ പോർട്ടാണ് വരുന്നത്. പനാജി അല്ലെങ്കിൽ മർമഗോവ എന്ന് പറയുന്നത് എവിടെ വരുന്നത്? ഗോവ വരുന്നതാണ്. ദെൻ നമ്മുടെ മാംഗ്ലൂർ പോർട്ട് എവിടെ? കർണാടക വരുന്നതാണ്. നമ്മുടെ കൊച്ചിയിൽ ഏതാ വരുന്നത്? സ്പൈസസ് കയറ്റി വിടുന്നത് ഏതാ? ആലപ്പുഴ പോർട്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ കൊച്ചി വേമ്പനാടിലേക്ക് സ്പൈസസ് കയറ്റി വിടുന്നതാണ് ആലപ്പുഴ പോർട്ട്. ദെൻ തൂത്തുക്കുടി കേട്ടിട്ടില്ലേ? തമിഴ്നാട്ടിൽ വരുന്നതാണ്. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോളിയം പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ കയറ്റി വിടുന്നതാണ്. സെക്കൻഡ് ബിസിയസ്റ്റ് ആയിട്ടുള്ള പോർട്ട് തമിഴ്നാട്ടിൽ വരുന്ന ചെന്നൈ പോർട്ടാണ് വരുന്നത്. പാരാദീപ് പോർട്ട് എവിടാ വരുന്നത്? പാരാദീപ് പോർട്ട് എവിടാ വരുന്നത്? പാരാദീപ് പോർട്ട് എവിടാ വരുന്നത്? ഒഡീഷ. ഹാൽദിയ പോർട്ട് എവിടാ വരുന്നത്? ഹാൽദിയ പോർട്ട് എവിടാ വരുന്നത്? ഹാൽദിയ പോർട്ട് എവിടാ വരുന്നത്? വെസ്റ്റ് ബംഗാൾ ആണ് വരുന്നത്. പോർട്ട് ബ്ലെയർ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ് വരുന്നത്. ഡീപ്പസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പോർട്ട് എന്നറിയപ്പെടുന്ന ഗംഗാവാരം പോർട്ടാണ് ആന്ധ്രാപ്രദേശിലാണ് വരുന്നത്. ദെൻ ആന്ധ്രാപ്രദേശത്ത് വിശാഖപട്ടണം പോർട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറൈസ്ഡ് പോർട്ട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഈനോർ വരുന്ന കാമരാജൻ പോർട്ടാണ് വരുന്നത്. കോർപ്പറൈസ്ഡ് പോർട്ട്, ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറൈസ്ഡ് പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള പോർട്ടുകൾ വരുന്നത്. കൊൽക്കട്ടയും ഡൽഹിയും കണക്ട് ചെയ്യുന്ന ഹൈവേ ഏതാ? കൊൽക്കട്ട ആൻഡ് ഡൽഹി.
കണക്റ്റഡ് ബൈ ഏതാ വരുന്നത്? NH19 ആണ് വരുന്നത് കേട്ടോ. ഇതിനെ ആദ്യം അറിയപ്പെട്ടിരുന്നത് NH2 എന്നാണ്. അതിന്റെ പേരാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പൊ ഇതിനെ പറയുന്നത് NH19 ആണ്. ഫോർമേർലി ഇതിനെ അറിയപ്പെടുന്നത് NH2 നാഷണൽ ഹൈവേ എന്നായിരുന്നു. നമ്മുടെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഉണ്ടല്ലോ, അതിന്റെ ഒരു മെയിൻ പാർട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ് ഇങ്ങോട്ടൊക്കെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹൈവേയുടെ ക്രൂഷ്യൽ ട്രാൻസ്പോർട്ട് റൂട്ടാണ് വരുന്നത് NH2 അല്ലെങ്കിൽ NH19 എന്ന് ഇപ്പൊ അറിയപ്പെടുന്നത്. ഷേർഷാ സുരി മാർഗ് എന്നറിയപ്പെടുന്ന ഏതാ? ഷേർഷാ സുരി മാർഗ് എന്ന്, ഷേർഷാ സുരി കേട്ടിട്ടുണ്ടോ? സുരി മാർഗ് എന്ന് അറിയപ്പെടുന്ന ഇത് ഏതാ? NH1 ആണ്. നാഷണൽ ഹൈവേ 1 ഗ്രാൻഡ് ട്രങ്ക് റോഡിന്റെ പാർട്ടാണ്. ഷേർഷാ സുരിയാണ് ബിൽറ്റ് ചെയ്തത് 16th സെഞ്ചുറിയിലാണ്. അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഡൽഹിയെ പഞ്ചാബുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് ഇദ്ദേഹം ഇത് ബിൽറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഷെർഷാ സുരി മാർഗ് എന്ന് അറിയപ്പെടുന്നത്. നോർത്ത് സൗത്ത് കോറിഡോറിനെ കണക്ട് ചെയ്യുന്ന ഏതാ? നോർത്ത് സൗത്ത് കോറിഡോറിനെ കണക്ട് ചെയ്യുന്ന ശ്രീനഗറും കന്യാകുമാരിയാണ് വരുന്നത്. മധ്യപ്രദേശിലെ ഏറ്റവും ലാർജസ്റ്റ് ട്രൈബ് ഏതാ വരുന്നത്? ലാർജസ്റ്റ് ട്രൈബ് ഏതാ വരുന്നത്? ട്രൈബ് ഏതാണ് വരുന്നത് മധ്യപ്രദേശത്തിലെ? മധ്യപ്രദേശിലെ ലാർജസ്റ്റ് ട്രൈബ് എന്ന് പറയുന്ന ബിൽ ട്രൈബ് ആണ് വരുന്നത്. 2011 സെൻസസ് അനുസരിച്ച് ബിൽ ട്രൈബ് ആണ് വരുന്നത്. ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് പോപ്പുലസ് ട്രൈബ് ആണ് വരുന്നത് കേട്ടോ. മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള ട്രൈബ് ആണ് വരുന്നത് ബില്ല്. പിന്നെ വരുന്നത് ഗോണ്ട് ട്രൈബ് വരും. അത് കഴിഞ്ഞിട്ട് കോൾ ട്രൈബ്സ് വരും. അങ്ങനെ മധ്യപ്രദേശിലെ തന്നെ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷൻ വരുന്ന മധ്യപ്രദേശിലാണ് വരുന്നത്. ബില്ല ഏറ്റവും കൂടെ വരുന്നത്. പിന്നെ ഗോണ്ട് വരും. തേർഡ് ലാർജസ്റ്റ് കോൾ ആണ് വരുന്നത്. KOLA കോൾ വരും. മാസായിമാരാ കേട്ടിട്ടുണ്ടോ? മാസായി ട്രൈബ്സ് എവിടാ വരുന്നത്? മാസായി ട്രൈബ്സ് എവിടാ വരുന്നതെന്ന് അറിയാവോ? ആഫ്രിക്കയിലാ വരുന്നത്. എവിടാ വരുന്നത്? ടാൻസാനിയ ഒക്കെ മെയിൻ ആയിട്ടും വരുന്നത്. ടാൻസാനിയ ഉണ്ടല്ലോ, കെനിയയിലും ടാൻസാനിയയിലും മെയിൻ ആയിട്ട് വരുന്ന ഗ്രൂപ്പാണ് മാസായി ട്രൈബ്സ് എന്ന് പറയുന്നത്. എന്തിനാ ഇത് ഫേമസ് ആയിട്ടുള്ളതെന്ന് അറിയാവോ? അവരുടെ കൾച്ചറൽ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് മാസായി ട്രൈബ്സ് മെയിൻ ആയിട്ട് ഫേമസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഗോൺ ട്രൈബ്സ് എവിടാ വരുന്നത്? ഗോൺ ട്രൈബ്സ് ഇന്ത്യയിൽ എവിടാ കാണുന്നത്? മാസായി ട്രൈബ്സ്, മാസായി ട്രൈബ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഹണ്ടിങ് സ്റ്റോറീസ് ഉണ്ടല്ലോ, ആരുടെയാ, ഈ ഒരാളുണ്ടായിരുന്നല്ലോ, ഒരു ഇംഗ്ലീഷ് മാൻ ആണ്. ഇവിടെയൊക്കെ പണ്ട് വനമല്ലായിരുന്നു, ആ ടൈമിലൊക്കെ ഇവിടെ കുറെ ഹണ്ടിങ് ഒക്കെ നടത്തിയിട്ടുള്ളതാ. കുറച്ച് പേരുണ്ട്. അതില് ഒരാളുടെ ബുക്കുണ്ട്, ആടെ പേര് മറന്നുപോയി ഞാൻ. ആ ബുക്കിനകത്ത് മാസായി ട്രൈബ്സിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗോണ്ട് ട്രൈബ്സ് എവിടാ വരുന്നത്? ഗോണ്ട് ട്രൈബ്സ് എവിടാ വരുന്നത്? ഗോണ്ട് ട്രൈബ് കാണുന്നത് ഏത് സ്റ്റേറ്റിലൊക്കെയാണ് കാണുന്നത്? മധ്യപ്രദേശ് മെയിൻ ആയിട്ടും. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ ഇവിടെയൊക്കെയാണ് കാണുന്നത് മെയിൻ ആയിട്ടും. പിന്നെ അത് കൂടാതെ കുറച്ച് എവിടൊക്കെ കാണാറുണ്ട്? കുറച്ച് ജാർഖണ്ഡ് കാണാറുണ്ട്, ഗുജറാത്ത്, തെലുങ്കാന ഇവിടെയൊക്കെ തന്നെ കുറച്ച് കുറച്ചായിട്ട് കാണാറുണ്ട്. അങ്ങനെ ഏറ്റവും ലാർജസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗോണ്ട് ട്രൈബ്സ് ആണ് വരുന്നത്. മേജർ പോപ്പുലേഷൻ വരുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീസയാണ് വരുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് തെലുങ്കാന, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്,
ഗുജറാത്തിലും കുറച്ച് കാണാറുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന എവിടാന്ന് ചോദിക്കുവാണെങ്കിൽ എവിടെ പറയാം? ഇതിനകത്ത് ഇപ്പോൾ ഏതായാലും രണ്ട് ഓപ്ഷൻ വരും, രണ്ടിടത്തും ഉണ്ട്. ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന നമ്മൾ ചോദിക്കുവാണെങ്കിൽ ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് ആണ് വരുന്നത്. ഓക്കെ ഓക്കെ, ഇന്നത്തെ ഈ മെറ്റീരിയൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മെറ്റീരിയലും കൂടെ ഉണ്ട് കേട്ടോ. ഒരു മെറ്റീരിയലും കൂടെ ഉണ്ട്, അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ബാക്കിയുണ്ട്, നാളെ ചെയ്യുന്നതായിരിക്കുമേ. നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ചെറിയൊരു വൈവ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ലീവ് ചെയ്തോ. ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. പനാജി പോർട്ട് എവിടാ വരുന്നത്? പനാജി പോർട്ട് എവിടാ വരുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള പോർട്ട് ഏതാ? ഷെർഷാസുരി മാർഗ് എന്നറിയപ്പെടുന്ന എന്തിനെയാ? ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഏതാ വരുന്നത്? ആഗ്ര ഏത് റിവറിന്റെ ബാങ്ക്സിലാ സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആ ചോദിച്ചത്. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആ ചോദിച്ചത്. അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണ് വരുന്നത്. ഓക്കെ. മാംഗ്ലൂർ പോർട്ട് എവിടാ വരുന്നത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST ഏത് ലാറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാ വരുന്നത്? ഏത് ലാറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാ വരുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എടുക്കുന്നത്? ഏത് ലാറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാ എടുക്കുന്നത്? 82.5 ഡിഗ്രി ഈസ്റ്റ് ലാറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഗ്രീൻവിച്ച് മെറിഡിയന് 5.5 മണിക്കൂർ അഹെഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ദെൻ 10 ഡിഗ്രി ചാനൽ എന്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാ? 10 ഡിഗ്രി ചാനൽ എന്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാ? ലോങ്ങിറ്റ്യൂഡിന് ഇതായിട്ടാ വരുന്നത് കേട്ടോ. 10 ഡിഗ്രി ചാനലിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഓക്കെ. മക്മോഹൻ ലൈൻ ഏതിനെ കട്ട് ചെയ്ത് വരുന്ന? മക്മോഹൻ ലൈന് ഓക്കെ. ഇന്ത്യയിലെ ഡീപ്പസ്റ്റ് പോർട്ട് ഏതാ വരുന്നത്? ഡീപ്പസ്റ്റ് പോർട്ട് ഏതാ വരുന്നത്? ഓക്കെ, ഇന്ന് ഇത്രയും മതി. ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഡീപ്പസ്റ്റ് പോർട്ട് ഏതാ വരുന്നത്? ഡീപ്പസ്റ്റ് പോർട്ട് ആന്ധ്രാപ്രദേശിലെ ഗംഗാവാരം പോർട്ടാണ് വരുന്നത്. ഗംഗാവാരം പോർട്ടാണ് വരുന്നത്. ഓക്കെ, ഇന്നിവിടെ നിർത്താം. ബാക്കി അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ.